യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ നിൻ മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ. Glory to God. നമുക്ക് ഒരുമിച്ച് യോഹന്നാൻ 12-ാം അധ്യായം 32-ാം വാക്യം ഒരുമിച്ച് വായിക്കാം. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഗ്ലോറി. ഇതെന്താണ് ഈ സംഭവം എന്ന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. 33-ാമത്തെ വാക്യം. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞത് അത്രേ. ഇത് താൻ മരിക്കാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞത് അത്രേ. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ. അപ്പോ എങ്ങനെയാ ഉയർത്തപ്പെടുന്നേ? മരണത്തിലൂടെയാണ് ഉയർത്തപ്പെടുന്നത്. ഗ്ലോറി. കർത്താവിന്റെ തിരുമേശയുമായുള്ള ബന്ധത്തിൽ ഇന്ന് ധ്യാനിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ദൈവവചന വാക്യമാണിത്. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ ഹോളിലായിരിക്കും നിങ്ങൾക്കും ഈ ശബ്ദപരിധിയിലുള്ള സകലർക്കും ശ്രദ്ധയോടെ കേൾക്കാം. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് എന്റെ കർത്താവിൽ നിന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്നാൽ ദൈവരാജ്യത്തിന് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്. ഗ്ലോറി. ഇതൊരു ദൈവരാജ്യത്തിന്റെ കീസ് ഉണ്ട്. ദൈവത്തിന്റെ വചനം പറയുക, പത്രോസോട് പറയുക, ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. ഗ്ലോറി. തുടർന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതേ താക്കോലുകൾ നിങ്ങളുടെ കയ്യിൽ തരുന്നു. താക്കോലുകൾ തുറക്കാനും അടയ്ക്കാനും ഉള്ള താക്കോലുകളാണ്. ഗ്ലോറി. അപ്പോൾ ഇവിടെ കർത്താവ് പറയുക, ഞാൻ ഉയർത്തപ്പെട്ടാൽ തുടർന്ന് നിങ്ങളെ അതിലേക്ക് ആകർഷിക്കും. ആ ഉയർത്തപ്പെടലിനെ കുറിച്ച് ആ വാക്യം പറയാ. ഉയർത്തപ്പെടൽ എന്ന് വെച്ചാൽ ഞാൻ മരിച്ചാൽ. കർത്താവ് ഒരിക്കലും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന ഒരു സംഭവം, മനുഷ്യ ജീവിതം ഒരു വൃക്ഷത്തെ പോലെ ആയിരിക്കണം. ഇതെന്റെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കുവാനായിട്ട് ഇടയായി. ഞാൻ വൃക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. വൃക്ഷം എങ്ങനെ ഫലമുള്ളതായി തീരും, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം, എങ്ങനെയാണ് അത് ആഹാരം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അത് ശ്വസിക്കുന്നത്, എങ്ങനെയാണ് അത് റിലീസ് ചെയ്യുന്നത്, ഇതെല്ലാം പഠിക്കുവാനായിട്ട് തുടങ്ങിയപ്പോ എക്സാക്ട്ലി ഒരു ആത്മീക മനുഷ്യന്റെ ജീവിതം എങ്ങനെയോ എക്സാക്ട് അത് തന്നെ. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ. സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ. ഈ ട്രാൻസ്പിറേഷൻ എന്നുള്ള വാക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. എന്നാൽ സ്കൂളിലെല്ലാം ഞാൻ ചിന്തിക്കുന്നത് ഇത് പഠിപ്പിക്കുന്നതാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മളുടെ എല്ലാം വീട്ടിലെ മുകളിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളം വരുന്നുണ്ട്. എങ്ങനെയാ വെള്ളം വരുന്നേ? ഒരു മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റുകയാണ്, അല്ലേ? എന്നാൽ വൃക്ഷം എങ്ങനെയാണെന്ന് അറിയാമോ? വ്യത്യസ്ത തലത്തിലാണ് ചെയ്യുന്നത്. ആ വൃക്ഷം ഭൂമിക്കടിയിലുള്ള വെള്ളത്തെ ഇതാ 30, 40, 50 മീറ്റർ ഉയരത്തിലുള്ള ശാഖകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുവാൻ ഒരു ഇലക്ട്രിസിറ്റിയും വേണ്ട, ഒരു മോട്ടറും വേണ്ട. ഗ്ലോറി. പകരം ഭൂമിയെ നീ എത്രമാത്രം വലിച്ചു താത്തിയാലും ഭൂഗുരുത്വാകർഷണ ബലം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G = 9.8 കൊണ്ട് എത്രമാത്രം എന്നെ പിടിച്ചു വലിച്ചാല് നിന്റെ പിടിവലിക്ക് അതിനെ ഓവർകം ചെയ്യുന്ന മറ്റൊരു ശക്തി എന്റെ അകത്തുണ്ട്. ഗ്ലോറി. നിങ്ങൾ അറിഞ്ഞോ, വെള്ളം നിങ്ങൾ കപ്പിൽ നിന്ന് ഒന്ന് ഒഴിച്ചേ, എന്തോരം മുകളിലേക്ക് പോവും? മുകളിലേക്ക് പോവോ? നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം പിന്നെ എങ്ങോട്ടാ പോവാ? താഴേക്കാ പോണേ, അല്ലേ? കാരണം ഭൂഗുരുത്വാകർഷണ ബലം. എന്നാൽ ഈ ഭൂമിക്ക് അടിയിലുള്ള വെള്ളത്തെ ഈ വൃക്ഷം ഇതാ വലിച്ചു കയറ്റി
30-50 മീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മനസ്സിലായോ? ക്ലോറി അത് ഒരു പമ്പ് ഉപയോഗിച്ചില്ല. 1/2 HP-യുടെയോ 1 HP-യുടെയും 2 HP-യുടെയും ഒരു പമ്പും ഇല്ല. ഇത് കൊണ്ടുപോകുന്ന മെത്തേഡിന്റെ പേരാണ് ട്രാൻസ്പിറേഷൻ. പ്രിയരെ, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? എന്താണ് എന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകാൻ കാരണം? കർത്താവ്, അതായത് മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയതാണ് ഈ റാസൽ കൈമേലുള്ള വിശ്വാസികൾ. ബത്സൈദയിൽ നിന്ന് ഒരു കുരുടനെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോ യേശു ആദ്യം ചെയ്തത് അവനായിരുന്ന സമൂഹത്തിൽ നിന്ന് അവനെ പുറത്തിറക്കി. ഇന്ന് കുഞ്ഞെ, നിനക്ക് ആത്മീയമായ ഒരു ഫലമില്ല എങ്കിൽ ഒരു പക്ഷേ നീ ആയിരിക്കുന്ന സാഹചര്യമായിരിക്കും നിന്നെ ആത്മീകമായ ഫലമില്ലാത്ത വ്യക്തിയാക്കി തീർക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ ഈ അവസ്ഥയിൽ യേശുവിനോട് ചേരുവാൻ, യേശുവിന്റെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളോട് ചേരുവാൻ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം വീണ്ടും ഫലമില്ലാത്തതായി തുടരും. നഷ്ടം ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. നീതിമാനായി, അപ്രൈറ്റായി, നിഷ്കളങ്കനായി സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യൻ സൂത്രക്കാരനായി തീർന്നു. എന്തുകൊണ്ട്? നാം കേട്ടോ, നാം ആരോട് കേൾക്കുന്നുവോ നാം അവരെ പോലെ ആയി തീരും. ഹവ്വമ്മച്ചിയുടെ സകല മക്കളും സൂത്രക്കാരായി തീരാൻ കാരണം ഹവ്വ ആരിൽ നിന്നാണ് ആദ്യം കേട്ടത്? ഹവ്വ കേട്ടത്, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം സൃഷ്ടിച്ച സകല മൃഗങ്ങളിലും വെച്ച് സർപ്പം കൗശലമേറിയവനായിരുന്നു. ഹവ്വയുടെ ആദ്യത്തെ പ്രസംഗം ഹവ്വ കേട്ടത് സർപ്പത്തിൽ നിന്ന്, സൂത്രക്കാരിൽ നിന്ന് പ്രസംഗം കേട്ടു. സൂത്രക്കാരിൽ നിന്ന് പ്രസംഗം കേട്ടപ്പോ ഹവ്വയും ഹവ്വയുടെ സകല മക്കളും, ഇതാ ദൈവവചനം പറയുന്നു, സൂത്രക്കാരായി തീർന്നു. ആരിൽ നിന്ന് കേൾക്കുന്നു എന്ന് ശ്രദ്ധിച്ചോളണം. ഗ്ലോറി, ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തെ ഒരു സന്ദേശം, ഒരു ലോ നമ്മൾ കേൾക്കാനിടയായി. കുഞ്ഞെ, ഞാനും നിങ്ങൾ കേൾക്കുന്നത് എന്റെ നിങ്ങളുടെ ദർശനത്തിനനുസരിച്ച. എന്താണ് ദർശനം? എന്ത് നേടാനാണ് ഞാൻ നിങ്ങൾ ഓടുന്നേ? പണം നേടാനാണോ ഓടുന്നേ? ലോകം നേടാനാണോ ഓടുന്നേ? എങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള പ്രസംഗകാരിയായിരിക്കും വർദ്ധിപ്പിക്കുന്നേ. 2 തിമോത്തി 4-ാം അധ്യായം പറയുന്നു, അവർ തങ്ങളുടെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ, അതാണ് വിഷൻ, ദർശനം, സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുന്നവർക്ക് ഈ ലോകത്തിൽ വളരെ സ്ഥാനം കുറവാ. കാരണം ജനത്തിന്റെ മോഹം ലോഹമാണ്. ലോകം നേടാൻ അവർ ഓടുന്നേ. അതനുസരിച്ച് പ്രസംഗിക്കുന്നവർക്ക് സ്ഥാനമുള്ളൂ. ഗ്ലോറി. അപ്പോൾ നമ്മുടെ വിഷൻ മാറുന്നില്ല എങ്കിൽ നമ്മൾ ലോകം നേടാൻ തക്കവണ്ണമുള്ള പ്രസംഗകരെ വർദ്ധിപ്പിക്കും. എങ്ങനെയാണ് ലോകം നേടുക? ലോകമോഹം എന്ന് പറഞ്ഞാൽ സ്വന്തം മോഹമാണ്. അതാണ് അകത്ത് കിടക്കുന്നത്. ഏതെങ്കിലും പ്രസംഗം വന്നിട്ട് പറയുകയാണ്, ഇതാ നിന്നെ 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 കർത്താവ് ചിലതൊക്കെ ആക്കാൻ പോവുകയാ, നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ചിലതൊക്കെ ആക്കാൻ പോവുകയാ. ഇത് കേൾക്കുമ്പോ തന്നെ ലോകമോഹിയായ വിശ്വാസി പയ്യ സീറ്റെന്ന് പൊങ്ങും. പിന്നെ അവന് ഹാലേലിയ പറഞ്ഞില്ലല്ലോ തുടങ്ങും ഹാലേലിയ. ഒരു വല്ലാത്തൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറുടെ ക്രിയേറ്റ് ആകും. കാരണം നിന്നെ ചിലതൊക്കെ ആക്കാൻ പോകുന്നു. ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിന്നെയാണ്. ക്രിസ്തുവിനെ അല്ല, നിന്നെ 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 ആക്കാൻ പോകുന്നു. ഭയങ്കര സന്തോഷമാണ്. നിന്നെ ആക്കാൻ പോവുകയാ. അപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു, ഇതാ ചാടാൻ പോകുന്നു. കാരണം നിന്നെ ആക്കാൻ പോവുകയാ. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ വചനം അറിയാവുന്ന വ്യക്തി പറയോ, ഇനി എന്നെ ആരും ആക്കാൻ പോകണ്ട, ലോകാരംഭത്തിന് മുമ്പ് തന്നെ എന്നെ കർത്താവ് ഓൾറെഡി ആക്കി കഴിഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് വെളിപ്പെട്ടാൽ മാത്രം മതി. ഈ ലോക സ്നേഹത്തിൽ നിൽക്കുന്ന സകല സുവിശേഷവും മനുഷ്യനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും. ഇറ്റ് ഈസ് സെൽഫ് സെന്റേർഡ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ദൈവരാജ്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് സെൽഫ് സെന്റേർഡ് അല്ല, പകരം അതെല്ലാം ഗോഡ് സെന്റേർഡ് ആയിരിക്കും. കാരണം അത് മനുഷ്യന്റെ രാജ്യമല്ല, അത് ദൈവത്തിന്റെ രാജ്യമാണ്. ദാറ്റ്സ് ഗോഡ് സെന്റേർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനുഗമിക്കുകയല്ല, നിങ്ങൾ എന്നെ അനുഗമിക്കുകയാ. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ക്രൈസ്റ്റ് സെന്റേഡ്, ക്രൈസ്റ്റ് സെന്റേഡ്. ഹല്ലേലൂയ. അപ്പൊ ആദ്യം നമ്മുടെ വിഷൻ നമ്മൾ മാറ്റിയില്ലെങ്കിൽ, യേശു പറഞ്ഞതുപോലെ മുമ്പേ ദൈവരാജ്യം നിന്റെ വിഷനായിട്ട് വെക്കേ. മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് സന്ദേശകരെ അന്വേഷിക്കണമെന്ന് അറിയാമോ? ലോകം പറയുന്ന സന്ദേശകരെ അന്വേഷിക്കത്തുള്ളൂ. ആ ലോകത്തോടുള്ള മോഹം നാശമാണ്. ലോകത്താലുള്ള മോഹം, ലോകത്തിന്റെ മോഹത്തിൽ നിന്നുള്ള നാശം വിട്ടൊഴിയാനാ കർത്താവ് പറഞ്ഞ്. അതിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം ദൈവരാജ്യം അകത്ത് വേണം. ആദ്യം ദൈവിഷ്ടം ചെയ്യുന്ന ആ ദർശനം അകത്ത് വേണം. അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല സഹോദരങ്ങളെ. ഇതാ ബൈബിൾ സ്കൂൾ ഓഫ് മിനിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്, J717. പ്രൊട്ടക്റ്റീവ് വേർഡാ J717. ഗ്ലോറി. വചനം പഠിക്കാനുള്ള ചില ഇമ്പോർട്ടന്റ് പ്രധാന വാക്കുകളൊക്കെ. J എന്ന് വെച്ചാൽ ജോൺ, 7 എന്ന് വെച്ചാൽ 7-ാം അധ്യായം, 17 എന്ന് വെച്ചാൽ 17-ാം വാക്യം. എന്തുവാണത്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ. അതായത് അവന്റെ വിഷൻ ദൈവ ഇഷ്ടമാണ്, ദൈവരാജ്യമാണ് അവന്റെ വിഷൻ. ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ ഒന്ന് തിരിച്ചറിയും. ഹലോ ഹലോ ഹല്ലേലൂയ. അല്ലാണ്ട് 10,000 പേരുടെ അന്വേഷിച്ച് നടക്കൊന്നും വേണ്ട. ഗ്ലോറി. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർ, അതായത് ദൈവ ഇഷ്ടം, ദൈവരാജ്യം ദർശനമായി നീ വെച്ചിട്ടുണ്ടോ? ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ നീ തിരിച്ചറിയും. എന്റെ പേടല്ല, യേശുവിന്റെ വാക്കാ. വളരെ പേളാ കർത്താവിന്റെ വാക്കുകൾ, പേളാണ്, പേൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആദ്യം ദർശനം നമ്മൾ മാറ്റിയില്ല എങ്കിൽ നമ്മുടെ ദർശനം എന്താണോ അതനുസരിച്ചിട്ടുള്ള സന്ദേശകരെ തേടി നമ്മൾ ഓടും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ തിരുവചനത്തിലെ നിങ്ങൾ പ്രവചനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇതൊന്നും ചാക്കോയെ ചൂണ്ടിയും മേഴ്സിയെ ചൂണ്ടിയൊന്നും അല്ല. ഇതെല്ലാം കർത്താവിനെ ചൂണ്ടിയ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം കർത്താവിനെ ചൂണ്ടിയ പ്രവചനങ്ങൾ മുഴുവൻ. ഗ്ലോറി. അത് മനുഷ്യരെ ചൂണ്ടിയല്ല പ്രവചനങ്ങൾ, കർത്താവിനെ ചൂണ്ടിയ. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യനോ, കുഞ്ഞെ, നീ കർത്താവിൻ്റെതായി തീരുമ്പോ നിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കർത്താവിൻ്റെതാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതാ ഷീബ, ഞാനും ഷീബയും നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഷീബയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഷീബയുടെ അപ്പന്റെ ആയിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഷീബ പൂർണ്ണ സമ്മതത്തോടെ ഇതാ എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ ആ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇതാ പൂർണ്ണ ഉത്തരവാദിത്തം എന്റേതാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ സഭ ക്രിസ്തുവിന്റെ കാന്തയാ. ഈ കാന്ത ക്രിസ്തുവിന്റേതായി തീരാൻ ഒരു പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ അന്ന് മുതൽ ഇതാ കാന്തയെ നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ക്രിസ്തുവിന്റേതാണ്. മനസ്സിലായി? വെരി സിമ്പിൾ. എന്നാൽ കാന്തക്ക് ഇതാ ക്രിസ്തുവിന്റെ വീട്ടിൽ കയറണ്ട. എനിക്ക് ഇതാ കാമുകനായ പിശാച് ഭരിക്കുന്ന ലോകത്ത് നിന്നാ മതി. എനിക്ക് അവിടെ ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ആ ചുറ്റിക്കളിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാൻ ഞാൻ അങ്ങോട്ട് ഉപവാസ പ്രാർത്ഥന നടത്തും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് തന്നോളണം. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദർശനമില്ലാത്ത ദൈവദാസന്മാർ, അതാണ് സഭയുടെ ശാപം. പകരം ഈ വ്യക്തിയോട് പറയണം, കുഞ്ഞ്, നീ ക്രിസ്തുവിന്റേതായി തീരെ. ക്രിസ്തു നിനക്കെല്ലാം എല്ലാമായി തീരും. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ ഈ ജനം, ദൈവവചനം പറയുക, ഇവർ തങ്ങളുടെ മോഹങ്ങൾക്കൊത്തവണ്ണം, ജനത്തിന്റെ മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുകയാ. They are chasing money. They are chasing money. മണിയാണ് അവരുടെ ദൈവം. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് രണ്ടിനായി ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല, പറ്റില്ല. They are chasing money. എങ്ങനെ അറിയാം ഇവരുടെ ദൈവം? കർത്താവ് പറഞ്ഞു, രണ്ടും കൂടി നടക്കത്തില്ല മോനെ. നിന്റെ ദർശനം എന്ത് രണ്ടും കൂടി നടത്തുന്ന പരിപാടിയാ. ഇതാണ് നിന്റെ ദർശനം. നീ ദർശനം എന്ന് ചിന്തിക്കുന്ന ദർശനം അത് യഥാർത്ഥത്തിൽ ഇരുട്ടാ. കാരണം നിന്റെ ദർശനം നിനക്ക് രണ്ടിനെയും കൂടി ചേസ് ചെയ്യാൻ പറ്റും, രണ്ടിനെയും കൂടി പറ്റും. കർത്താവ് പറഞ്ഞു, പറ്റത്തില്ല കുഞ്ഞെ, ഒന്നിനെ പറ്റുള്ളൂ. രണ്ടിനെ കൂടി പറ്റില്ല, ഒന്നിനെ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ദർശനം തെറ്റാ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പറയുന്നത് അങ്ങനത്തെ ദർശനം തെറ്റാ, പറ്റില്ല. ഈ ദർശനം എന്ന് ചിന്തിക്കുന്ന ദർശനം അത് ഇരുട്ടാ. രണ്ടിനെ കൂടി ഫോളോ ചെയ്യാൻ പോകാൻ പറ്റത്തില്ല, രണ്ടിനെ കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒന്നിനെ പറ്റത്തുള്ളൂന്നേ. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഈ മണിക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുമ്പോ, മാമോന് വേണ്ടി ദൈവത്തെ ആരാധിക്കുമ്പോ ദൈവം മാമോൻ തരുന്നു എന്നാ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവമല്ല ആദ്യം, മാമോനാ, മണിയാണ് ആദ്യം. നമ്മുടെ ഹൃദയത്തിൽ ആദ്യം എന്താണോ അതാണ് ദൈവം. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ ഹൃദയത്തിൽ ആദ്യം എന്താണോ അതാണ് നമ്മുടെ ദൈവം.
ഹല്ലേലൂയ. ഇതുകൊണ്ട് ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധന എന്ന് പറയുന്നത്, ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധന എന്ന് പറയുന്നത് അത് നീ ദൈവം, അതാണ് നിന്റെ ദൈവം. നീ ഈ മണിക്ക് വേണ്ടി നീ ദൈവത്തെ ആരാധിക്കുന്നു. ഗ്ലോറി. ആദ്യം നിന്റെ ഹൃദയത്തിൽ മണിയാ, അതിനു വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നേ. ഗ്ലോറി. അങ്ങനെയെങ്കിൽ അടുത്തത് മണിക്ക് വേണ്ടി ഒരു കോൺട്രാക്ട് വന്നാൽ നീ പറയും, മണിയേ ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മണിയേ? പണമേ നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? ആ പണം പറയും, നീ എനിക്ക് വേണ്ടി നിന്റെ ഇത്ര മണിക്കൂർ സാക്രിഫൈസ് ചെയ്യേ. ഓക്കെ മണി, ഇതാ അങ്ങയുടെ ദാസൻ, ഇതാ ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നു. മണി ഉടനെ പറയാം, മണിയേ ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? നീ ഇതാ എന്നെ ഇതാ മണിക്ക് വേണ്ടി ഇത്ര സ്ഥലങ്ങളിൽ നീ കറങ്ങി നടക്ക. അമ്മേ ഇതാ മണി, ഇതാ ഞാൻ ദാസൻ. ഇതാ മണി ഓരോ ദിവസം പറയാ, മണി പറയുക, ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ട മണിയേ? ഉടനെ മണി പറയുക, ദാ നീ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്യ. ഉദാ മണി, ഇതാ അങ്ങയ്ക്ക് വേണ്ടി ഇതാ ഞാൻ ബൈബിൾ ക്ലാസ് മുടക്കി ഞാൻ വരികയാ, അങ്ങയുടെ മകൻ. മണി ഇനി ഞാൻ എന്തോ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യണ്ടേ? ഇന്ന് സഭായോഗത്തിന്റെ ദിവസമാ, നീ ഇന്ന് പോകരുത്, എന്താ പറയുക? ഇതാ മണി അങ്ങയുടെ ദാസൻ. ഹലോ കമോൺ. നിന്റെ ജീവിതത്തിൽ എന്താണോ ആദ്യം അതാ നിന്റെ ദൈവം. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ ഈ ദർശനം ഇരുണ്ടടഞ്ഞ ദർശനമാണ്, ഇരുളടഞ്ഞ ദർശനമാണ്. ഹല്ലേലൂയ. ഈ ദർശനം ഇരുളടഞ്ഞ ദർശനമാണ്. ഇരുളടഞ്ഞ ദർശനം രണ്ടിനെയും കൂടെ സേവിക്കാൻ പറ്റത്തില്ല, ഒന്നിനെ പറ്റത്തുള്ളൂ. ഒന്നിനെ. കർത്താവ് പറഞ്ഞു, അതല്ല ആദ്യം, ഞാൻ ആദ്യം, മുമ്പേ എന്റെ രാജ്യം, മുമ്പേ എന്റെ ഇഷ്ടം, മുമ്പേ ഞാൻ, അതോടുകൂടെ ഇത് ഞാൻ നിനക്ക് തരും. നീ അന്വേഷിക്കണം, ഞാൻ നിനക്ക് തരും. ഗ്ലോറി. ഹല്ലേലൂയ. ആരാ ദൈവം? ഇതുകൊണ്ടാ പറഞ്ഞ ദ്രവ്യാഗ്രഹം അത് വിഗ്രഹാരാധനയാ. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മെത്തേഡ് വേറെയാ. എന്നാൽ നമ്മുടെ ഹൃദയം പെർവർട്ടഡ് ആയി പോയി. ഇന്നലെ ബൈബിൾ ക്ലാസ്സിൽ വന്നവർക്കറിയാം, ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നവർ അവർ ആത്മഹത്യ ചെയ്യുകയാ, കിട്ടിയ അവസരം നഷ്ടമാക്കുകയാ. അവര് പറയുന്നു, മണി ഇതാ അങ്ങയുടെ ദാസൻ, ഞാൻ ഇതാ അങ്ങയുടെ മുമ്പ് കീഴടങ്ങുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വേദനിച്ചാലും ഹല്ലേലൂയ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ആ വേദനയിൽ നിന്നെങ്കിലും ഒരു സോൾ രക്ഷപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾ 4 ലെവൽസ് ഓഫ് ഹാർട്ട് പഠിച്ചു. 4 ലെവൽസ് ഓഫ് ഹാർട്ട്. നമ്മൾ സ്റ്റാൻഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഇതാ ആ ലെവൽ യൂട്യൂബില ഇന്ന് ഫ്യൂച്ചറിൽ കടന്നു വരും. നിങ്ങൾ അത് കയറി മനസ്സിലാക്കിയാട്ടെ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ചുരിദാറിട്ട ഈ ശരീരം, ഷർട്ടിട്ട ഈ ശരീരം ഒന്നും കാണത്തില്ല, തീരും. ഒരു ടെസ്റ്റ് മാത്രമായി, ഇത് ടെസ്റ്റ് മാത്രം, ഒരു ടെസ്റ്റ് മാത്രം. ഭൂമിയിലെ ജീവിതം എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കാൻ. ഹല്ലേലൂയ. ഇത് ഞാൻ മനസ്സിലാക്കാൻ കാരണം അവിടെ കർത്താവ് ആ സമൂഹത്തിൽ നിന്ന് അവനെ വെളിയിൽ കൊണ്ടുപോയി, ആ ബെത്സയിലിൽ നിന്ന് അവനെ വെളിയിൽ കൊണ്ടുപോയി. ആ സമൂഹമാണ് അവന്റെ ഈ നാശത്തിന് കാരണം. ആ സമൂഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ബെത്സയിലേ നിനക്ക് കഷ്ടം. കാരണം എത്ര അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തി നിനക്ക് നടന്നിട്ടും നിനക്കൊരു മാനസാന്തരമില്ല. ബെത്സയിദയിൽ നിന്ന് കൊണ്ടുവന്ന കുരുടനാണ് അവൻ. ആദ്യം കർത്താവ് ചെയ്തത് മാനസാന്തരമില്ലാത്ത സമൂഹത്തിൽ നിന്ന് അവനെ വെളിയിൽ കൊണ്ടുപോയി. മാനസാന്തരമില്ലാത്ത സമൂഹത്തിൽ നിൽക്കരുത്, നിങ്ങൾ വെളിയിൽ കൊണ്ടുപോകണം. ഹല്ലേലൂയ. കർത്താവിന്റെ ആദ്യത്തെ പരിപാടി, അവന് ഒരു പരിപാടിയും ചെയ്തില്ല. ആദ്യം ആ ദേശത്ത് നിന്ന് അവനെ മാറ്റി. ഹല്ലേലൂയ. മാനസാന്തരമുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. വെളിയിൽ കൊണ്ടുപോയിട്ട് അവന്റെ കണ്ണിലൊരു ശുശ്രൂഷ ചെയ്തതിന് ശേഷം അവനോട് പറഞ്ഞു, നോക്കാൻ പറഞ്ഞപ്പോ ഉടനെ തന്നെ അവിടെ എഴുതിയിരിക്കുക, അവൻ മേലോട്ട് നോക്കി. അവന്റെ ദർശന കർത്താവ് ആദ്യം മാറ്റിയത്. എന്താ ആദ്യം മാറ്റിയേ? ദർശനം. അതാ പറയാം, മുമ്പേ ദൈവരാജ്യം അന്വേഷിപ്പേ. അവനെ മുകളിലോട്ട് നോക്കുന്നവനാക്കി. അവൻ നേരെ മുകളിലോട്ട് നോക്കി. ഉടനെ അവൻ കണ്ടത് മനുഷ്യർ മരങ്ങളെ പോലെ നടക്കുന്നതാണ് കണ്ടത്. അപ്പൊ ദർശനത്തിൽ കർത്താവ് കാണിച്ചു കൊടുത്തത് മനുഷ്യർ മരങ്ങളെ പോലെ നടക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇതിയുടെ പല ഭാഗത്തും കർത്താവ് മരത്തിന്റെ, മുന്തിരിവള്ളിയുടെ, അത്തിവൃക്ഷത്തിന്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം മനുഷ്യർ മരങ്ങളെ പോലെ നടക്കണമെന്ന് അവൻ ആദ്യം ദർശനം കിട്ടി. അവന്റെ കണ്ണുരുട്ട് പോയില്ല, ആ ദർശനം കിട്ടി. ഇത് എന്നെ മരത്തെ കുറിച്ച് പഠിക്കാനായിട്ട് എന്നെ ഗൈഡ് ചെയ്തു. അവിടെ വെച്ചാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഞാൻ മനസ്സിലാക്കിയത്. ട്രാൻസ്പിറേഷൻ. കർത്താവ് യേശു ക്രിസ്തു
ഇവിടെ പറഞ്ഞ വാക്യം സ്പിരിച്വൽ ട്രാൻസ്പിറേഷനാ. ഞാൻ ഉയർത്തപ്പെട്ടാൽ I will draw all of you to me. Amen. വൃക്ഷത്തിന്റെ മുകളിലേക്ക് വെള്ളം വരികയാ, പമ്പ് ചെയ്ത് കയറുകയാ, ഭൂരിതാകർഷണ ബലത്തൊക്കെ തകർത്ത് കയറുകയാ, ഭൂമിയുടെ ശക്തിയെ തകർത്ത് കയറുകയാ. ദ സെയിം പ്രിൻസിപ്പിൾ ഇത് രണ്ടും. വൃക്ഷത്തെ കുറിച്ച് പഠിച്ചാൽ മതി. ഹല്ലേലൂയ. അതായത് ഈ വൃക്ഷം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. ഒരല്പം ബയോളജി പഠിച്ച നല്ല കാര്യമാണ് വൃക്ഷത്തെ കുറിച്ച്, അല്ലേ? ഇതാ വൃക്ഷത്തിന്റെ അടിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് കയറുകയാണ്. ആ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു ട്യൂബ് ഉണ്ട്, ഒരു ട്യൂബ് അറേഞ്ച്മെന്റ് ഉണ്ട്. ആ ട്യൂബ് അറേഞ്ച്മെന്റ് പേരാ സൈലം വെസൽ. സൈലം വെസൽ എന്ന് പറയുന്ന ഒരു ട്യൂബിലൂടെ അങ്ങ് കയറി അങ്ങ് പോകും വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് അങ്ങോട്ട്. അപ്പോ ചുമ്മാ എങ്ങനെയെങ്കിലും വെള്ളം കയറുമോ? ചുമ്മാ വെള്ളം കയറുമോ? ദാ ഞാനൊരു എക്സാമ്പിള് ദിവസം തോന്നി നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മനസ്സിലാക്കി എളുപ്പമായിരിക്കും. ഇതാ ജ്യൂസ് ഗ്ലാസ്. ഈ ഗ്ലാസ്സിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചാട്ടെ. ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചിട്ട് ഇതാ ഗ്ലാസ്സിലിരിക്കുന്ന ജ്യൂസ്. ഇതാണ് ഈ ലോകത്തിലെ ജനം എന്ന് കൂട്ടിക്കുന്നത്. ഈ ജനം മുകളിലേക്ക് പൊങ്ങുന്നുണ്ടോ? പൊങ്ങുന്നുണ്ടോ? ഇല്ലയോ? പൊങ്ങുന്നില്ല. കാരണം ഇതിനെ എന്ത് പിടിച്ച് വലിച്ച് താഴത്തേക്ക് വെച്ചിരിക്കുക? ഭൂഗുരുത്വാകർഷണം അതിനെ പിടിച്ച് താഴേക്ക് വെച്ചിരിക്കുക. എന്നാൽ കർത്താവ് ഇതാ സ്പിരിച്വൽ ട്രാൻസ്മിഷൻ ലോ പ്രഖ്യാപിക്കാൻ പോവുക. ഞാനോ ഉയർത്തപ്പെട്ടാൽ അങ്ങോട്ടേക്ക്, സ്വർഗത്തിലേക്ക്, എന്റെ മരണത്തിലൂടെ ഇതാ മനുഷ്യരെ എല്ലാം എന്നിലേക്ക് ആകർഷിക്കും. ഇതാ അതിനെ മാറ്റുവാൻ ഇതാ ഗ്ലാസിൽ നിന്ന് ഒരു സ്ട്രോ ഇട്ടിട്ട് ആ വെള്ളത്തെ ഇതാ ഈ സ്ട്രോ ആണ്. ഈ സ്ട്രോയുടെ ഉള്ളില് വെള്ളം നിറയും. വലിക്കുമ്പോ ആ സ്ട്രോ ആണ് കൺസിഡർ ചെയ്യുക ജീസസ്. ഇതാ ഈ സ്ട്രോ ഇതിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഈ സ്ട്രോയുടെ ഉള്ളിൽ ഇപ്പൊ എന്നാ ഉണ്ട്? ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ ഈ ലെങ്ത്തിൽ എന്നാ ഉണ്ട്? ജ്യൂസ് കയറി നിറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഈ ജ്യൂസ് കയറി നിറഞ്ഞത് അങ്ങ് വലിച്ചെടുക്കാൻ തുടങ്ങിയാൽ എന്നാ സംഭവിക്കും? പറ. ഈ ജ്യൂസ് കയറി സ്ട്രോയുടെ ഉള്ളിൽ നിറഞ്ഞു. ഈ ജ്യൂസ് കയറി നിറഞ്ഞ സ്ട്രൂവിനെ അങ്ങ് വലിച്ചെടുത്താൽ എന്നാ സംഭവിക്കും? ഈ ഗ്ലാസ്സിലെ മുഴുവൻ ജ്യൂസും തീരും. മനസ്സിലായോ? ഇതാണ് കർത്താവ് പറഞ്ഞ ലോ ഓഫ് സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ. ഞാനോ ഉയർത്തപ്പെട്ടാൽ, ഈ സ്ട്രോയുടെ ഉള്ളിലുള്ള ജ്യൂസ് ഉയർത്തപ്പെട്ടാൽ പരിപാടി കഴിഞ്ഞു. ഈ ഗ്ലാസ്സിലുള്ളതൊക്കെ ഉയർത്തപ്പെടും. ആമേൻ. വെള്ളം. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ഉയർത്തപ്പെടണമെങ്കിൽ മനുഷ്യന് വിൽ പവർ കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ സമ്മതിക്കണം, ഞാനും തയ്യാറാവും ഉയർത്തപ്പെടാൻ. ഗ്ലോറി. ഞാൻ ശ്രദ്ധിക്കാം. ഇതാ ഈ ഗ്ലാസിന്റെ ഉള്ളില് ഈ സ്ട്രോ ഇട്ട ഭാഗത്ത് നിറയെ ആ സ്ട്രോയുടെ ഉള്ളിൽ ഇതാ ജ്യൂസാ. തീർന്നുണ്ടോ? എന്തോ സംഭവിച്ചേ? ഞാൻ സ്ട്രോയുടെ ഉള്ളിൽ നിന്ന് ആ ജ്യൂസ് എടുത്തതാ, വലിച്ചെടുത്തതാ. പക്ഷെ ഗ്ലാസ്സിലാ തീരണേ. മനസ്സിലായോ? ഗ്ലോറി. അപ്പോ ഓട്ടോമാറ്റിക് ഒരു മോട്ടറും വെക്കാതെ തന്നെ ഇതാ ജ്യൂസ് മുകളിലേക്ക് കയറി. കാരണം മോളിൽ നിന്നൊരു പുള്ളു വരികയാണ്, മോളിൽ നിന്നൊരു വലിവ് വരികയാണ്. മനസ്സിലാകുന്നുണ്ട്? ഈ മോളിൽ നിന്നുള്ള വലിവാണ് താഴെ നിന്നുള്ള ഈ ജ്യൂസിനെ മുകളിലേക്ക് കയറ്റിയത്. കാര്യം പിടുത്തം കിട്ടിയോ? ഇത് തന്നെയാ വൃക്ഷത്തിൽ നടക്കണേ. വൃക്ഷത്തിൽ നടക്കുന്നത് ശ്രദ്ധിക്കാം. ഇതാ വൃക്ഷം നമ്മുടെയൊക്കെ അടുക്കളയിൽ സഹോദരിമാര് കുക്ക് ചെയ്യുന്നത് പോലെ കുക്ക് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വെള്ളം വേണം. വൃക്ഷം വെള്ളം ഇതാ വെള്ളവും ന്യൂട്രിയൻസും ഭൂമിയുടെ അടിയിൽ നിന്ന് വലിച്ചെടുക്കും വേര് വഴി. അത് സൈലന്റ് ട്യൂബ് വഴി ഇലകളിലെത്തും. ഈ ഇലയാണ് അടുക്കള. മനസ്സിലായോ? അവിടെ എത്തിയിട്ട് അത് ഈ ഇല കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും.
വലിച്ചെടുത്തിട്ട് അന്തരീക്ഷത്തിൽ വലിച്ചെടുക്കും. മനുഷ്യൻ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കാറില്ല. മനുഷ്യൻ കാർബൺ ഡൈ ശ്വസിച്ചുകൊണ്ടിരുന്ന മരണമായിരിക്കും അതിന്റെ റിസൾട്ട് വരാൻ പോണേ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഇതാ താഴെ നിന്ന് വെള്ളം നമ്മൾ അരി ചാക്കിൽ നിന്ന് എടുത്ത് കലത്തിലിടും, വെള്ളം അതിലേക്ക് ഒഴിക്കും. ഇതേപോലെ തന്നെ ഇതാ കാർബൺ ഡൈ ഓക്സൈഡും ഇതാ താഴേന്ന് വരുന്ന വെള്ളവും ഇതാ ഇനി ഗ്യാസ് വേണം, സ്റ്റൗ വേണം. അതിന് സ്റ്റൗവിന് പകരം സൂര്യന്റെ ചൂട്. മനസ്സിലായോ? സൂര്യന്റെ ചൂടിൽ ഇത് കണ്ടോ, ശ്രദ്ധിച്ചേ, സൂര്യന്റെ ചൂടിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇതാ ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളവും കൂടി ചേർത്ത് കുക്ക് ചെയ്ത് കഴിയുമ്പോ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോസും ഓക്സിജനും. ഗ്ലോറി, ഹല്ലേലൂയ. ഗ്ലൂക്കോസ് അതിന്റെ ഭക്ഷണമാണ്. ഗ്ലൂക്കോസ് ഇതാ വേറൊരു ട്യൂബ് സെറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, ഫോയം ട്യൂബ്. ട്യൂബ് ഭാഗത്തിലൂടെ ഇത് എല്ലാ വൃക്ഷത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് അയച്ചു കൊടുക്കും. ഇതാ ഫുഡ് ഇതാ കടന്നു വന്നാട്ടെ, ചാക്കോമോനെ മോന്, ഇതാ മോളിക്കുട്ടി നിനക്ക്, ഇല്ലേ? ഇത് എല്ലാ ബ്രാഞ്ചിലും കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എല്ലാ ഭാഗവും ചാക്കോമോനും മോളിക്കുട്ടിയൊക്കെ പണ്ടിരിക്കണ പോലെയല്ല, ഇന്നല്ല നല്ല സൈസ് ആയിട്ടിരിക്കുക. കാരണം എന്താ? ഈ അമ്മ കൊടുത്ത ഫുഡാ അടുക്കളയിൽ ഉണ്ടാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ വൃക്ഷത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇതാ ശക്തിപ്പെടാനായിട്ട് തുടങ്ങും, വളരാൻ തുടങ്ങും. ആത്മീയ വളർച്ച ഇല്ലയോ? അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കണില്ല, അടുക്കളയില് ഒന്നും ഉണ്ടാക്കണില്ല, ഒന്നും കഴിക്കാനും കൊടുക്കുന്നില്ല. പിന്നെ എന്തൊക്കെയേ ഉള്ളൂ? വാക്കുകളേ ഉള്ളൂ. ആത്മീയമായിട്ട് അകത്തേക്ക് കൊടുത്തു കുഞ്ഞ ഷീറ്റി പോകും. ഗ്ലോറി, വെറും വാക്കേ ഉള്ളൂ, ബലൂൺ വീർത്തിരിക്കണ പോലെ ഇരിക്കുക. കാരണം അടുക്കള കാലിയാ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രക്രിയ നടക്കുമ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ ചെറിയ സമയം കൊണ്ട് ഇത് മുഴുവൻ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാ. ഈ സംഭവത്തിലൂടെ ഈ വെള്ളം അകത്തേക്ക് കയറി അത് നേരെ ഇലകളിലെത്തി. ഇലകളിൽ ഈ കുക്കിംഗ് നടക്കുമ്പോ ഇലകളുടെ ഉള്ളിൽ, ഇലകളെ നിങ്ങൾക്ക് പറിച്ചാൽ ശരിക്കും ഒന്ന് ചതച്ചെടുത്ത് നിറയെ വെള്ളം കിട്ടും ഇലയുടെ ഉള്ളിൽ നിന്ന്. മനസ്സിലായോ? ഈ ഇല എന്തെന്നറിയാമോ? ഈ ഇലകളില് ഇത് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ ഗ്യാപ്പുകളുണ്ട്. മൈക്രോ ഗ്യാപ്പുകളാണ്. ഈ ഗ്യാപ്പുകളിലൂടെ ഈ വെള്ളം റിലീസ് ചെയ്യും. തന്റെ ഉള്ളിലുള്ള വെള്ളം അങ്ങ് റിലീസ് ചെയ്യുക. സൂര്യന്റെ ചൂടൊക്കെ വരുമ്പോൾ വെള്ളം അങ്ങ് റിലീസ് ചെയ്യും. വെള്ളം റിലീസ് ചെയ്യുമ്പോ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ഈ സ്ട്രോയിലുള്ള ജ്യൂസ് ഇത് റിലീസ് ചെയ്തപ്പോ എന്റെ വായുടെ അകത്തേക്ക് റിലീസ് ചെയ്താൽ എന്നാ സംഭവിക്കും? ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ചോദ്യം, എങ്ങനെയാണ് ഇതിന്റെ അടിയിൽ നിന്ന്, മണ്ണിന്റെ അടിയിൽ നിന്ന് ഒരു മോട്ടോർ പോലും ഇല്ലാതെ ഈ വെള്ളം പമ്പ് ചെയ്ത് 30-50 മീറ്റർ ഉയരത്തിലേക്ക് വൃക്ഷം കൊണ്ടുപോകണേ, ഇല്ലേ? ഇതാ വെള്ളം റിലീസ് ചെയ്യുന്ന കണ്ടോട്ടോ, നോക്കോട്ടോ. മോളിൽ നിന്ന് ഒരു വലിവ് വരുമ്പോ ഒരു സക്ഷൻ പുള്ള് മോളിൽ നിന്ന്, താഴേന്ന് ഈ താഴെ കിടക്കണ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളം മുകളിലേക്ക് പോരുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ക്ലിയർ ആയോ? അപ്പോ ഈ വൃക്ഷത്തിൽ ഈ സംഭവം, ഈ ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ഇതാ ഈ സ്റ്റൊമാറ്റോ, അതായത് ഇലയിലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ ആ വെള്ളം അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോ ഇതാ ഭൂഗുരുത്വാകർഷണ ബലത്തെ തകർത്ത ഒരു ബലം അതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുക. ആ ബലം ഭൂമിക്കടിയിലുള്ള വെള്ളത്തെ വേരിലൂടെ വലിച്ചു മുകളിലേക്ക് കയറ്റുകയാണ്. പിടുത്തം കിട്ടിയാ നിങ്ങൾക്ക്? ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ സ്വർഗത്തിൽ നമുക്ക് വേണ്ട ആത്മീക വളർച്ചയെല്ലാം നമുക്ക് ഒരുക്കി കഴിഞ്ഞു. പക്ഷേ നമ്മളിലൊരു മരണം നടക്കാതെ ഈ ജീവൻ നമ്മളിലേക്ക് റിലീസ് ചെയ്യപ്പെടത്തില്ല. ഹലോ, ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോ ആളുകൾ അയ്യോ അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ വല്ല ആശുപത്രി കിടന്നോ അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ മരിച്ചോളാം. അതല്ല ദൈവത്തിന്റെ വചനം പറയുന്നു. യേശുവിന്റെ ജീവൻ, സ്വർഗീയ ജീവൻ എന്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഭൂമിക്കടിയിലുള്ള വെള്ളം ഈ ഇലയിൽ വെളിപ്പെടേണ്ടതിന് ഈ ഇല ഒരു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ തന്റെ ഉള്ളിലുള്ളതിനെ വെളിയിലേക്ക് റിലീസ് ചെയ്യുകയാണ്.
അതോടുകൂടെ ഇതാ അകത്തുള്ളത് ഭൂമിക്ക് അടിയിലുള്ളത് ഇതാ തന്റെ ആ ഇലയിലെത്തുകയാണ്. താൻ റിലീസ് ചെയ്തതല്ല അവിടെ എത്തിയ, പുതിയത് ഫ്രഷ് ആയിട്ടുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞു. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. കർത്താവ് പറയാ, ഞാൻ ഉയർത്തപ്പെടും. ഞാൻ ഉയർത്തപ്പെട്ടാൽ, എന്നിട്ട് എഴുതിയിരിക്കുക, എന്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന താഴെ? തന്റെ മരണവിധത്തെ കാണിച്ചേ, തന്റെ മരണത്തെ അത് കാണിക്കുന്നേ. താൻ ഉയർത്തപ്പെട്ടാൽ ഭൂമിയിലുള്ള സകലരെയും തന്നിലേക്ക് ആകർഷിക്കും. ആമേൻ, ഹല്ലേലൂയ. തന്നിലേക്ക് ആകർഷിക്കും. ഇതാ ജ്യൂസ് മുഴുവൻ ആ ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ആ സ്ട്രോ വഴി എന്റെ വായ്ക്കകത്തേക്ക് ആകർഷിച്ചതുപോലെ ഭൂമിയിലുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കും. ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കി വേണം. ഇതാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മർമ്മം. ഈ മർമ്മമാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാത്തത്. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാ ഈ മർമ്മം. ഗ്ലോറി, അവര് പഴയ നിയമത്തിന്റെ സ്റ്റൈലില് മുന്നോട്ടേക്ക് പോവുകയാ. അതല്ല നാം മനസ്സിലാക്കുക. ശ്രദ്ധിച്ച്, നമുക്ക് ഇവിടെ ആത്മികമായ വളർച്ചയ്ക്ക് പറ്റാത്തതിന്റെ കാരണം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാ മത്തായി 25:29 പറയുകയാണ്, ഒരു സ്പിരിച്വൽ ലോ ആണ്. ആമേൻ. For unto everyone that has shall be given, and he shall have abundance. But from him that has not, even that which he has shall be taken away. അതായത് ഉള്ളവൻ, അതായത് വ്യാപാരം ചെയ്യുന്നവന് വീണ്ടും കൊടുത്തോണ്ടേയിരിക്കും, വീണ്ടും കൊടുത്തോണ്ടേയിരിക്കും, വീണ്ടും കൊടുത്തോണ്ടേയിരിക്കും. അല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടെ എടുത്തു കളയും. ഹല്ലേലൂയ. വ്യാപാരം ചെയ്യുന്നവര് വീണ്ടും കൊടുത്തോണ്ടേയിരിക്കും. എന്തുകൊണ്ടാ? കർത്താവ് നിരവധിയായ സ്പിരിച്വൽ റെവലേഷനുകൾ കൊണ്ട് എന്നെ നിറയ്ക്കുവാൻ കാരണം എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലായ, കൊടുത്തോണ്ടിരുന്നാൽ നിറച്ചോണ്ടിരിക്കും. ഗ്ലോറി, വൃക്ഷം അതിന്റെ ആ സ്റ്റൊമാറ്റ ഗ്യാപ്പുകളിലൂടെ വെള്ളം റിലീസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എവിടെയിട്ട സക്ഷൻ പുള്ള്? മനസ്സിലായോ? ഇതാ ഞാൻ ഈ ജ്യൂസ് വലിച്ചെടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ താഴേന്ന് പുതിയതായിട്ട് വരിക? ഇത് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ നിറയുന്നില്ല. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കിണർ പോലെയാ. കിണറിൽ നിങ്ങൾ വെള്ളം കോരാമോ? എന്നെ സംഭവിക്കും? കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോ അത്രയും തന്നെ ഉണ്ട് വെള്ളം. വീണ്ടും വെള്ളം കോര, ഒരു ടാങ്കർ ലോറി നിറയ്ക്ക്, കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോ അത്രയും തന്നെ ഉണ്ട് വെള്ളം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഇതാ കൊടുക്കുന്നവന് വീണ്ടും വീണ്ടും ദൈവം നിറച്ചോണ്ടേയിരിക്കും. ഗ്ലോറി. ഇല്ലാത്തവനിൽ നിന്ന്, അത് ചെയ്യാത്തവനോടോ ഉള്ളത് കൂടെ തന്നിട്ട് ഒരു കാര്യവും ഇല്ല. നിന്റെ അടുത്ത് തന്നിട്ട് ഒരു കാര്യവുമില്ല, അത് എടുത്തു കളയും. അത് ആ വ്യക്തിയുടെ ന്യായവിധിക്ക് കാരണമായി തീരും. മനസ്സിലായോ? അത് ആ വ്യക്തിയുടെ ന്യായവിധിക്ക് കാരണമായി തീരും. ഹല്ലേലൂയ, ഗ്ലോറി. അപ്പോ പ്രിയരെ, ഈ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ട്രാൻസ്പിറേഷൻ ഇതെല്ലാ ഭാഗത്തും ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാമോ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഇതാ? നിങ്ങൾക്ക് 5 അപ്പവും 2 മീനും, ഇത് എങ്ങനെയാ വർദ്ധിച്ചേ? ദ ലോ ട്രാൻസ്പിറേഷൻ. ഇതാ ആ വൃക്ഷം തന്റെ ഇലയിലൂടെ ആ വെള്ളം കൊടുക്കുമ്പോ എന്ത് സംഭവിച്ചു? അതിലേക്ക് വെള്ളം വന്ന് നിറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇതേപോലെ കർത്താവിന്റെ വചനം പറയാ, കൊടുപ്പിൻ എന്നാ നിനക്ക് കിട്ടും, കൊടുപ്പിൻ എന്നാ നിനക്ക് കിട്ടും. അപ്പൊ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. കൊടുക്കരുത്. ഇതല്ല, പ്രാർത്ഥിച്ചോ, അതോടൊപ്പം തന്നെ റിയാക്ഷൻ ചെയ്യുക. കൊടുപ്പിൻ. ആ വൃക്ഷം ഇതാ കൊടുക്കുകയാ. തന്റെ അകത്തുള്ള വെള്ളം ഇതാ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുമ്പോ H2O റിലീസ് ചെയ്യുമ്പോ എന്തോ സംഭവിക്കണേ? നമുക്ക് പ്രാണവായു കിട്ടുകയാ. മനുഷ്യർക്ക് ഓക്സിജൻ കിട്ടുകയാ, പ്രാണവായു കിട്ടുകയാ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. വൃക്ഷം മരണം വലിച്ചെടുത്തിട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട്
ഇതാ നമുക്ക് ജീവൻ തരികയാണ്. ഇതാ യേശു ചെയ്തേ. യേശു നമ്മൾ അനുഭവിക്കേണ്ട മരണം വലിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സകല മനുഷ്യർക്കും ജീവൻ റിലീസ് ചെയ്തു. വൃക്ഷത്തിന്റെ അതേ രീതി. ഹല്ലേലൂയ. ഇതാ നമുക്ക് ജീവൻ തന്നിരിക്കുക യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതാ 5 അപ്പമേ ഉള്ളൂ, 2 മീനേ ഉള്ളൂ. യേശു എന്ത് ചെയ്തു? അത് സ്വർഗത്തിലേക്ക് ഉയർത്തി, പ്രാർത്ഥിച്ചു. ആമേൻ. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് മാത്രമേ ഉള്ളൂ. ഏത്? പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചില്ലേ? യേശു പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. കൊടുപ്പിനെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, കൊടുക്കത്തില്ല. ഗ്ലോറി. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, കൊടുക്കത്തില്ല. അപ്പോ കൊടുത്താലേ കിട്ടത്തുള്ളൂ. ഏമേ. കൊടുത്താൽ ദൈവം നിറച്ചോണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് പ്രാവർത്തികത്തിൽ വരുത്താൻ വേണ്ടിയല്ല ഇതൊക്കെ ഇവിടെ വെച്ചേക്കണേ. എന്നാൽ ഇത് കണ്ടാലും ഇനിയിപ്പോ ചിലപ്പോ ചെയ്യും. കിട്ടുമല്ലേ? അപ്പോഴും ഇത് വർക്ക് ചെയ്യണമെന്നില്ല. കാരണം കൊടുക്കുന്നതിന് വേണ്ടിയാ, കിട്ടാൻ വേണ്ടിയാ. അപ്പൊ കിട്ടലല്ല ആദ്യം വരേണ്ടത്. അത് നമ്മുടെ ഹൃദയത്തിൽ കിട്ടണതിന് വേണ്ടിയല്ല കൊടുക്കേണ്ടേ. മനസ്സിലായോ? കിട്ടണതിന് വേണ്ടിയല്ല കൊടുക്കേണ്ടേ. പകരം ഞാനൊരു യഥാർത്ഥ ഭക്തനാകാൻ വേണ്ടിയാ കൊടുക്കാം. യഥാർത്ഥ ഭക്തൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നിർമ്മലമായ ഭക്തി ഏതാ? നന്നായിട്ട് കൈയടിക്കുക, ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം പറയുക, പ്രാർത്ഥിക്കുക. ഈ കർത്താവ് ഇതൊന്നും അല്ല മെയിനായിട്ട് നോക്കണേ. കർത്താവ് പറയാ, എന്റെ വല്ല നിർമ്മലമായ വ്യക്തിയോ, ഒരുത്തൻ കഷ്ട സഹിക്കുന്നുവെങ്കിൽ, അവൻ സഹനം അനുഭവിക്കുന്നുവെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരണ്ട, അവനെ അവിടെ പോയി കാണാം. ഗ്ലോറി. അല്ലെങ്കിൽ ലോകത്തിന്റെ കളങ്കമേക്കാതെ നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. അപ്പൊ ന്യായവിധി ദിവസം ഇതൊക്കെയാണോ ചോദിക്കാൻ പോണേ? പിന്നെ ഇത് തന്നെയാ ചോദിക്കാൻ പോണേ. അവിടെ വന്നിട്ട് കർത്താവ് പറയും, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഹലോ. ഹല്ലേലൂയ. നീ എനിക്ക് കുടിക്കുവാൻ വെള്ളം തന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഹല്ലേലൂയ. അപ്പൊ അവർ ചോദിക്കും, കർത്താവേ ഞങ്ങൾ എപ്പോഴാണ് ചെയ്തത്? കണ്ടോ? അല്ലെ, നമ്മുടെ ചിന്തയിലെ ഭക്തി എന്ന് പറയുന്ന കുറെ കൈയടിക്കുക, കുറെ സ്തുതിക്കുക, ഇതൊക്കെ നല്ലതൊക്കെ തന്നെയാ. കാരണം ഇതൊക്കെ വെച്ചിട്ട് വേണം, അതായത് ഈ വചനം കേട്ടിട്ട് വേണം ലോകത്തിന്റെ കളങ്കം വെക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ. അപ്പോൾ പ്രിയരെ, ബി എ ട്രൂ ക്രിസ്ത്യൻ. അല്ലെ, നമുക്ക് ഒരുമിച്ച് സത്യ ക്രിസ്ത്യാനികളാകാം. ഇന്ന് കർത്താവ് ശിശുരുടെ സമയത്ത് പറഞ്ഞില്ലേ, ഇന്ന് ആ സഭയിൽ അധികവും ക്രിസ്ത്യാനികളല്ല, ലോകാനികളാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ലോകത്തെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല, അവൻ ലോകാനിയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ലോകാനികളൊക്കെ വിട്ടിട്ട് നമുക്ക് ക്രിസ്ത്യാനികളാകാം. കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടത്തെ കത്തിക്കലൊക്കെ തീരും. ഹല്ലേലൂയ. ഇവിടത്തെ കത്തിക്കലൊക്കെ തീരും. നമ്മുടെ പിതാക്കന്മാരും പറഞ്ഞതുപോലെ നമ്മളും പറയും. അതുകൊണ്ട് പ്രിയരെ, വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കരുത്, ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ. അതിന്റെ റിഫ്ലക്ഷൻ മനുഷ്യരുടെ മുമ്പിൽ കാണട്ടെ. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, എന്നാൽ കുറവ് മാറ്റുന്ന പരിശുദ്ധാത്മാവകത്തുണ്ട്. ഓരോ ദിവസവും നമ്മളെ പണിതുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പണിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കയ്യിലോട് സഹകരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഈ സംഭവം നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ ഒരു പ്രിൻസിപ്പിളാണ് ഈ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന സ്ട്രോയിലൂടെ, ആ ഗ്ലാസിൽ നിന്ന് ആ ജ്യൂസ് ആ സ്ട്രോയിലൂടെ അവന്റെ വായിലെത്തുമ്പോൾ ആ സ്ട്രോയിൽ ഇത് മുഴുവൻ വറ്റുന്നത് പോലെ ഈ ലോ ട്രാൻസ്പിറേഷൻ ഇത് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ ഉള്ളില് നമ്മുടേതായി ഒന്നും ഉണ്ടാകരുത്. ശ്രദ്ധിക്കുക, ഇതൊന്നും നമ്മുടെ രാജ്യമല്ല, ഇതൊക്കെ ദൈവരാജ്യമാണ്. നമുക്കുള്ളത് മുഴുവൻ പേരിനല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. ഒന്നും നമ്മുടേതായില്ല. എന്തെങ്കിലും ഉണ്ടോ? അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് വല്ലതും കൊണ്ടുവന്നായിരുന്നോ? ചുരിദാറുണ്ടായിരുന്നോ? അന്ന് തുണിയില്ലാതെയല്ലേ ഇറങ്ങി വന്നേ. പിന്നെ കിട്ടിയതൊക്കെ ആര് തന്നതാ? ദൈവം ഇവിടെ തന്നതല്ലേ. ദൈവം ഇവിടെ തന്നതാ ഇവിടെ ഉള്ളത് മുഴുവൻ. മനസ്സിലായോ? ഗ്ലോറി. അപ്പോ എല്ലാം ആരുടേത് തന്നെയാ? ദൈവത്തിൻ്റെതാ. അപ്പൊ സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ വല്ല റൈറ്റും ഉണ്ടോ? കയ്യിലെ പോക്കറ്റിൽ നിന്ന്
ഇതാ ഒരു ദറ എടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോ യജമാനുണ്ട്, ചോദിച്ചോളണം. യജമാനനുണ്ട്, ചോദിച്ചോളണം. അമ്മേ, അപ്പനോട് തിരിഞ്ഞൊന്ന് ചോദിക്കണം. ഇത് അപ്പനുമായിട്ടുള്ള ചേർന്നുള്ള നടപ്പല്ല, തനിക്ക് തോന്നിയതുപോലെ ചെയ്യാൻ വേണ്ടിയല്ല അതൊക്കെ തന്നിരിക്കണേ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യത്തോട് നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവുക. കുഞ്ഞുങ്ങളെ, ധനവാൻ അറിയാലോ നിങ്ങൾക്ക്. ധനവാൻ ഒരു പാപവും ചെയ്തതായിട്ട് ബൈബിൾ എഴുതിയിട്ടില്ല, എങ്കിലും അവൻ നരകത്തിൽ പോയി. ശരിയല്ലേ? ഞാൻ പറഞ്ഞതല്ല, ക്രിസ്തു പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ ധനവാൻ നരകത്തിൽ പോയത്? ധനവാൻ നരകത്തിൽ പോയതിന്റെ കാരണം എന്ന് പറയുന്നത് തനിക്കുള്ളത് മുഴുവൻ തന്റേതാണ്. ഒരു വിഡ്ഢിത്ത ചിന്തയാ അവൻ നശിപ്പിച്ചത്. ശ്രദ്ധിച്ചേ, ഇതൊരു ടാങ്കർ ലോറിയാണ്. ഈ ടാങ്കർ ലോറിക്ക് നിങ്ങൾക്ക് അറിയാലോ, 2 സ്ഥലത്ത് കരടുത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഈ ടാങ്കർ ലോറിക്ക് 2 സ്ഥലത്ത് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? എവിടെയൊക്കെയാ ഫ്യൂവൽ ഫില്ല് ചെയ്തിരിക്കുന്നത്? ഒന്ന് അതിന്റെ ആവശ്യത്തിനും, ആ വണ്ടി ടാങ്കർ ലോറി ഓടാനുള്ള അതിന്റെ ആവശ്യം, അതിന് പറയാം നമുക്ക് നീഡ്സ് ആമേൻ, അതിന്റെ ആവശ്യത്തിന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആരാ ഇത് ഫില്ല് ചെയ്തെന്നറിയാമോ? ഇതിപ്പോ അഡ്നോക്ക് എന്ന പെട്രോൾ കമ്പനിയുടെ ടാങ്കർ ലോറിയാന്ന് ചിന്തിക്കുക. അപ്പോ അതിന് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇതാ അഡ്നോക്ക് എന്റെ കമ്പനി അത് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുക. ഒന്ന് അതിന്റെ നീഡ്സിന് വേണ്ടിയാ, അത് ഓടാൻ വേണ്ടിയാ. വേറെ അതിന്റെ ടാങ്കറിൽ നിറച്ച് പെട്രോൾ അടിച്ചിട്ടിരിക്കുക. ഇതെന്തിനു വേണ്ടിയാ? അതിന് സ്റ്റോക്ക് കൊടുത്തിരിക്കുക, അതിന് സപ്ലൈ ചെയ്യാൻ, അതിന്റെ കോളിങ്ങിന് വേണ്ടിയാ. ആ വണ്ടിയെ എന്തിനു വിളിച്ചോ അതിന്റെ കോളിംഗ് നിവൃത്തിയാക്കാൻ വേണ്ടിയാണ് അതിന് ടാങ്കറില് പെട്രോൾ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. അല്ലാണ്ട് ഈ ദരിദ്രൻ ആയ മനുഷ്യൻ അവൻ പാപം ചെയ്തത് കൊണ്ട് ദൈവത്തിന് അവനോട് ഇഷ്ടമില്ലാതെ ആയിട്ടല്ല അവനെ ആ ലെവൽ വെച്ചത്. ധനവാനായവൻ ദൈവത്തിനങ്ങ് സ്നേഹം മൂത്തിട്ട് ദൈവം അവനങ്ങ് വാരിക്കോരി കൊടുത്തത് കൊണ്ടോ അല്ല. രണ്ടുപേരും ദൈവത്തിന് ഒന്ന് തന്നെ. മനസ്സിലായോ? രണ്ടുപേരും അവരവരുടെ കോളിംഗ് ചെയ്യുകയാണ്, ദൈവം വെച്ച കോളിംഗ്. ഇതാ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഒരു മാരുതി, അതിലേക്ക് പോകാതെ നമ്മൾ ഇവിടെ നിൽക്കുക, അതിനുള്ള ടൈം നമുക്കില്ല. ഇതാ ഈ വണ്ടി, ഈ അഡ്നോക്കിന്റെ ഈ പെട്രോൾ സപ്ലൈ ചെയ്ത വണ്ടി ഇറങ്ങിയത് അഡ്നോക്ക് പെട്രോളിയം കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിനൊരു ഫ്യൂവൽ ടാങ്ക് ഉണ്ട്. അതിന് 400 ലിറ്റർ ഫ്യൂവൽ ആ വണ്ടിക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട് കമ്പനി. എന്നാൽ 40,000 ലിറ്റർ ഇതാ അതിന്റെ സ്റ്റോറേജ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. 40,000 ലിറ്റർ. ഈ 40,000 ലിറ്റർ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ വണ്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ഈ ലോകത്തിലെ എന്നെ കേൾക്കുന്ന ധനവാന്മാരോട് പറയുക, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സ്പിരിച്വൽ റിച്ച് മാൻമാരുണ്ട്, പിന്നെ നമ്മൾ ബഹുമാനിക്കുന്ന ഫിസിക്കൽ റിച്ച് മാൻമാരും ഉണ്ട്. ഫിസിക്കൽ റിച്ച് മാൻമാരായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റൂ. അവരോട് പറയുക, ഇത് കുഞ്ഞെ നിന്റെ സ്വന്തമായിട്ട് തന്നതല്ല, ഇത് നിന്റെ ഉപയോഗത്തിന് തന്നതല്ല, ഇത് നിന്റെ കോളിങ്ങിന് വേണ്ടിയുള്ളതാ, ഇത് സപ്ലൈക്ക് വേണ്ടിയുള്ളതാ. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് നിന്റെ സപ്ലൈക്ക് വേണ്ടിയുള്ളതാ. ഇവിടെ ഒരു വിഡ്ഢികളെ പോലെ പറയാൻ ഇടയാകരുത് ഇതൊക്കെ എന്റേതാണെന്ന്. നമ്മൾ പണക്കാരെയും പാവങ്ങളെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ കൊച്ചുകുട്ടികൾ തമ്മിൽ സംസാരിക്കത്തില്ലേ? ഇപ്പോ ഇതാ ഈ കൊച്ചുകുട്ടി, ഈ വണ്ടിയുടെയും കൂടി നമുക്ക് പറയാം. ഇത് അഡ്നോക്കിന്റെ സ്റ്റോർ കീപ്പറാണ്. സ്റ്റോർ കീപ്പറിന് ഒരു ക്യാമറയുണ്ട്. ക്യാമറയിൽ 40 ലിറ്റർ പെട്രോൾ കയറും. ക്യാമറയുടെ ഉപയോഗത്തിന് 40 ലിറ്റർ. അത് അവിടുത്തെ സ്റ്റോർ കീപ്പർ. ഇതാ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറും സ്റ്റോർ കീപ്പറോട് വെളിയിലിറങ്ങി. ഈ ഡിസ്ട്രിബ്യൂട്ടറിന് സ്റ്റോർ കീപ്പറിന് 2 കുഞ്ഞുങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. ഈ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ സംസാരിക്കുക. ഈ 2 കുഞ്ഞുങ്ങൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ മോളും അതോടൊപ്പം തന്നെ കോൺട്രാക്ടറുടെ മോളും, ഇവർ രണ്ടുപേരും കൂടി പരസ്പരം കണ്ടു. ഒരു ദിവസം പരസ്പരം കണ്ടു. ഇവർ തമ്മിൽ സംസാരിക്കുക. ഇവർ സംസാരിക്കുമ്പോൾ ഇവർ തങ്ങളുടെ അപ്പന്മാരുടെ വണ്ടിയും പെട്രോളും കണ്ടിട്ട് സംസാരിക്കാൻ പോണേ. മനസ്സിലായോ? അപ്പന്റെ വണ്ടിയും പെട്രോളും കണ്ട ഇവരെ സംസാരിക്കാൻ പോകുന്നേ.
ഇതേപോലത്തെ ചിന്തയാണ് ഇന്ന് ലോകമക്കളുടെ ചിന്ത. ശ്രദ്ധിച്ചേ, ഇവരെന്നെ സംസാരിക്കാൻ വേണമെന്നറിയാമോ? ഈ താഴെ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ മോള്. ഈ പെൺകുട്ടിയാണ് സ്റ്റോർ കീപ്പറുടെ മോള്. അപ്പൊ സ്റ്റോർ കീപ്പറുടെ മോൾക്ക് അറിയാവുന്നത് എന്റെ അപ്പന് എത്ര ലിറ്റർ പെട്രോളേ ഉള്ളൂ, മാക്സിമം 40 ലിറ്റർ പെട്രോളേ ഉള്ളൂ. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടറുടെ മോള് കണ്ടപ്പോ എന്റെ അപ്പന് 400 ലിറ്റർ പെട്രോൾ ഓടിക്കാൻ പെട്രോൾ ടാങ്കിലും അതോടൊപ്പം തന്നെ 40,000 ലിറ്റർ സ്റ്റോറേജ് ടാങ്കിലും. അപ്പൊ മൊത്തം എത്രയായി? 40,400 ലിറ്ററാണ് എന്റെ അപ്പനുള്ളത്. നിന്റെ അപ്പൻ എത്രയുള്ളൂ? വെറും 40. അപ്പൊ എന്റെ അപ്പനാണ് പണക്കാരൻ, നിന്റെ അപ്പൻ പാവപ്പെട്ടവൻ. ഇതാണ് മനുഷ്യരുടെ ചിന്ത. മനസ്സിലായോ? ഇങ്ങനെയാണ് മനുഷ്യൻ പണക്കാരെയും പാവങ്ങളെയും തിരിച്ചറിയുന്നത്. അല്ല, ദൈവത്തിന്റെ ദൃഷ്ടി എല്ലാം ഒരേപോലെയുള്ളൂ. മനസ്സിലായോ? my father is too rich, he have 40,400, but your father have only 40. ഹലോ, നിങ്ങൾ മനസ്സിലായോ? ഇതാണ് കുട്ടികളുടെ രീതിയിൽ നമ്മൾ ലോകത്തിൽ ആളുകളെ കാണുന്നത്. ഹല്ലേലൂയ. അങ്ങനെയല്ല, വെറും വിഡ്ഢിത്തമായ കാഴ്ചയാണ്. ഹല്ലേലൂയ. ധനവാൻ നരകത്തിൽ പോയി എന്നാന്നറിയാമോ? അവന്റെ കോളിങ് നിവർത്തിക്കാൻ ഒരു ലാസറസ് സമൂഹം അവന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ലാസറസ് സമൂഹത്തിന് എന്തില്ലാന്നറിയാമോ? അവർക്ക് അവരുടെ നീഡ്സ് ഇല്ല. മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങൾ കണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചേ. ഞങ്ങള് ഒരിക്കലും ഒമാനിൽ പോയി, സലാല എന്ന് പറയുന്ന പട്ടണത്തിൽ പോയി. അപ്പൊ പോകുന്ന വഴിക്ക് വളരെ 1000 കിലോമീറ്റർ ഓടണം. വളരെ വിരളിൽ എണ്ണാവുന്ന പെട്രോൾ പമ്പുകളേ ഉള്ളൂ. ഒരു 200-250 മീറ്റർ ഒന്നും പെട്രോൾ പമ്പ് ഇല്ല. അപ്പോ ചിലപ്പോ കാറ്റ് ഓപ്പോസിറ്റ് അടിച്ചാൽ ഇടയ്ക്ക് വണ്ടി നിന്ന് പോകും, വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞ്. അപ്പോൾ ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയാമോ പ്രിയരെ? ഞങ്ങൾ പോകുമ്പോ കാണുന്ന പെട്രോൾ പമ്പുകളിൽ പെട്രോൾ തീർന്നു പോവുകയാണ്. അവസാനം നീണ്ട ക്യൂ ആ വണ്ടികളുടെ. എന്തിനാണെന്നറിയാമോ? ഈ വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം പെട്രോൾ ഇല്ല. നീണ്ട ക്യൂ അടക്കുക. ഈ വണ്ടികളൊക്കെ എന്തിനു വേണ്ടി കാത്തു കിടക്കുക? അതിന്റെ നീഡ്സിന് വേണ്ടി, ലക്ഷറിക്ക് വേണ്ടിയല്ല, അതിന്റെ നീഡ്സിന് വേണ്ടി, പെട്രോളിന് വേണ്ടി കാത്തു കിടക്കുക. എന്തിനാ? അവരുടെ കോളിംഗ് നിവർത്തിക്കാൻ വേണ്ടി കാത്തു കിടക്കുകയാ. പക്ഷെ ഞങ്ങൾ അവിടെ ചോദിക്കും, അവർ പറയുന്നത് ടാങ്കർ വന്നിട്ടില്ല, ടാങ്കർ ഇതുവരെ എത്തിയിട്ടില്ല. ഗവൺമെന്റ് ഈ പമ്പുകളിൽ ഫില്ല് ചെയ്യുവാൻ വെച്ചിരിക്കുന്ന ടാങ്കർ ഇതുവരെയും വന്നിട്ടില്ല. ആ ടാങ്കർ വന്നിട്ട് വേണം ഈ പെട്രോൾ പമ്പ് ഫില്ല് ചെയ്യാൻ. പെട്രോൾ പമ്പ് ഫില്ല് ചെയ്താലേ ഈ കാറുകളുടെ, ഈ വാഹനങ്ങളുടെ നീഡ്സ് ഫില്ലാകത്തുള്ളൂ. ഹല്ലേലൂയ. എങ്കിലേ അവർക്ക് അവരുടെ കോളിങ് ചെയ്തെടുക്കാൻ പറ്റൂ. ധനവാൻ നരകത്തിൽ പോയ കാര്യം എന്നറിയാമോ? അവൻ ചെയ്യേണ്ട കോളിങ് അവന്റെ തൊട്ട് മുമ്പേ കിടക്കുകയാ. ലാസറസ്. ഇങ്ങനെ ഒരു സമൂഹമുണ്ട്, ലാസറസ് സമൂഹം. അവർക്ക് നീഡ്സ് ഇല്ല. അവർക്ക് നീഡ്സ് കിട്ടിയാൽ അവരോടും. ലാസർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദൈവസഹായമായവൻ. ദൈവസഹായം ഈ ധനവാനിലൂടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ധനവാൻ പറയുന്നു, ഇതൊക്കെ എന്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ദൈവം അനുഗ്രഹിച്ചു ബ്രദേഴ്സേ, അതുകൊണ്ട് നിങ്ങളും എന്റെ പാത പിന്തുടരൂ. എന്നെ ദൈവം അനുഗ്രഹിച്ചു. ഗ്ലോറി. ആ ധനവാന്റെ വിഡ്ഢിത്തമായിരുന്നു. ധനവാൻ പറയാ, എന്നെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോ ലാസറേ, നീ ഇതിനെ പല പാപിയായിരിക്കും, അതുകൊണ്ടായിരിക്കും നിന്നെ അനുഗ്രഹിക്കാൻ. അല്ല, നിനക്കുള്ള ദൈവത്തിൽ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവനവന്റെ നീഡ്സ് നടത്തിക്കോ, ഭംഗിയായി നടത്തിക്കോ. പക്ഷെ ലക്ഷറി ലൈഫിലേക്ക് കടന്നു പോകരുത്. ദൈവം തന്ന സ്റ്റോറേജ് കൊണ്ട് ലക്ഷറി ലൈഫിലേക്ക് പോകരുത്. പകരം ലോകത്തിന്റെ ഫാഷനാൽ നമ്മൾ ഡ്രൈവ് ചെയ്യപ്പെടരുത്. ദൈവരാജ്യത്തിന്റെ പർപ്പസിനാൽ ഡ്രൈവ് ചെയ്യപ്പെടണം. ലോകത്തിന്റെ ഫാഷൻ അനുരൂപമാകരുത്. ഫാഷനുകൾ ലോകത്ത് മാറിക്കൊണ്ടേയിരിക്കും, അതനുസരിച്ച് മാറാൻ പോകരുത്. പകരം നമ്മുടെ പർപ്പസിനനുസരിച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകുവാൻ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ നീഡ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം നമുക്ക് എന്തിനാ ദൈവം തന്നേക്കണെന്നറിയാമോ? ജസ്റ്റ് ഫുൾഫിൽ അവർ കോളിംഗ്. നമ്മുടെ കോളിംഗ് നിവൃത്തിയാക്കാനാണ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മള്
കർത്താവ് യേശു ക്രിസ്തു തന്റെ കോളിംഗ് നിവൃത്തിയാക്കിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തന്റെ കോളിംഗ് നിവൃത്തിയാക്കിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇതേപോലെ തന്നെ നമ്മളും നമ്മുടെ കോളിംഗ് നിവൃത്തിയാക്കിയിട്ട് പറയണം, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഫിനിഷ്ഡ് ആവുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഉയർത്തപ്പെട്ടാൽ നിങ്ങളെ എന്നിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. ഈ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി 2 Corinthians 4 അധ്യായം 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുക. അത് മൊത്തം സ്പിരിച്വൽ ഈ ട്രാൻസ്പിറേഷനാണ്. സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ. ഇതാ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ ജീവൻ. 2 Corinthians 4 അധ്യായം 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ. അവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങൾ വെളിപ്പെടേണ്ടതിന്, ക്രിസ്തുവിന്റെ മരണം ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ എപ്പോഴും ഞങ്ങൾ വഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ വരുമ്പോൾ അത് ഞങ്ങളിൽ മരണവും നിങ്ങളുടെ ജീവനുമായിട്ട് വ്യാപരിക്കാനായിട്ട് ഇടയാകും. ഗ്ലോറി. ഇത്തിരി ആഴമേറിയ ഒരു ഭാഗമാണ്. എന്നാൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ, തുടർന്ന് ഒരു സംശയത്തോടുകൂടി അത് മനസ്സിലാക്കിയാൽ തുടർന്ന് സംശയങ്ങൾ ക്ലിയർ ചെയ്യപ്പെടുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ആ യാഗം ഒരു സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ ആയിരുന്നു. ഹല്ലേലൂയ. താൻ ഉയർത്തപ്പെടുന്നു, തന്നിലേക്ക് ഇതാ ജനത്തെ ആകർഷിക്കുന്നു. ആ സ്ട്രോയിലുള്ള ആ ജ്യൂസ് ഉയർത്തപ്പെടുന്നു. തുടർന്ന് ആ സ്ട്രോയിലുള്ള ആ ഗ്ലാസ്സിലുള്ള ജ്യൂസ് മുഴുവൻ ആ സ്ട്രോയിലൂടെ ഉയർത്തപ്പെടുന്നു. മനസ്സിലായോ? യേശു ഉയർത്തപ്പെട്ടു. യേശു ആകുന്ന വഴിയിലൂടെ, ആ സ്ട്രോയിലൂടെ ഇതാ നമ്മളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ കേൾപ്പിക്കാം. സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ. മനുഷ്യന്റെ ജീവിതം വൃക്ഷം പോലെയാണ്. ഫലമില്ലാത്തതിനെ വെട്ടി തീയിലിട്ട് കളയും. എന്നാൽ ഫലം ഉള്ളതിനെ, കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് അതിനെ വെട്ടി ഒരു ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം താൻ മനഃപൂർവ്വം ഒരു മരണം ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. ആ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു സ്പിരിച്വൽ ട്രാൻസ്പിറേഷൻ അവിടെ നടക്കുകയും, യേശുവാകുന്ന വഴിയിലൂടെ, ആ സ്ട്രോയിലൂടെ ഗ്ലാസ്സിലുള്ള ജ്യൂസ് മുകളിലേക്ക് കയറിയതുപോലെ യേശുവാകുന്ന വഴിയിലൂടെ ഇതാ നമ്മളെല്ലാം ആ സ്വർഗത്തിലേക്ക് കയറുകയാണ്. വേറെ വഴിയില്ല. ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം. ഇതാ പിതാവേ, എന്നെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് എന്തോ മനസ്സിലായി, കാര്യമായിട്ട് മനസ്സിലായില്ല എങ്കിലും പിതാവേ, അങ്ങയുടെ പദ്ധതി എനിക്ക് മനസ്സിലായി. ഇതാ യേശു ആവുന്ന വഴിയിലൂടെ, യേശു കാണിച്ച മാതൃകയിലൂടെ അങ്ങയുടെ ഭവനത്തിലേക്ക് വരുവാൻ, അങ്ങയെ ഒന്ന് പുണരുവാൻ, അങ്ങിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ. തീരുമാനമെടുക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മുടെ ജീവിതം ഇവിടെ തീരും. അതിനു മുമ്പ് ഇത് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകി. ഓ ലോർഡ്, ഐ ലവ് യു. പിതാവെ, ഏൽപ്പിച്ചെന്ന മക്കൾക്കായി സ്തോത്രം. നിങ്ങളുടെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുകയാണ്. ആ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ യാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു പിതാവേ. ആ യാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യവർഗത്തിന്റെ മരണം വലിച്ചെടുത്ത് ആ വൃക്ഷം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ, ജീവൻ റിലീസ് ചെയ്യുന്നത് പോലെ അങ്ങ് മനുഷ്യവർഗത്തിൻ്റെതായ ആ മരണം അങ്ങേറ്റെടുത്ത് മനുഷ്യർക്ക് വേണ്ടി ജീവൻ അങ്ങ് പ്രദാനം നൽകി. കർത്താവേ, ഇത് ഓർക്കുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുമ്പോൾ ഇതാ ഞങ്ങൾ അതിനായി അങ്ങിൽ ആശ്രയിക്കും. ആ കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ ധ്യാനിക്കുക.